ഹലോ സ്റ്റുഡൻസ്, മാത്സ് ക്ലാസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഒന്നാമത്തെ ചോദ്യം പൂർത്തിയാക്കി. നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ പിക്ചേഴ്സ് ഷോ ബിലോ സർക്കിൾസ് ഡിവൈഡഡ് ഇൻടു 12 ഈക്വൽ പാർട്സ് വിത്ത് ദ സം ഓഫ് ദ പാർട്സ് കളേർഡ്. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യനിലെ പോലെ തന്നെ വീണ്ടും കുറെ സർക്കിൾസ് തന്നിരിക്കുകയാണ്. ഇവിടെ സർക്കിൾസ് ഡിവൈഡഡ് ഇൻടു 12 ഈക്വൽ പാർട്സ് ആണ്. എല്ലാ സർക്കിളിനെയും 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പിക്ചറിൽ ഇവിടെ ഇതുപോലെ ഫ്രാക്ഷൻസ് കണ്ടെത്തണം. അതുപോലെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡും കാണണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനും ചെയ്യണം. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അപ്പം നമുക്കൊരു സർക്കിളിനെ ഇവിടെ 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ 12 തുല്യ ഭാഗങ്ങളായിട്ട് 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഫ്രാക്ഷൻ രണ്ട് രീതിയിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. അതിനെ സെന്റൻസ് വൈസും ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കിയേ. ഇവിടെ തന്നിരിക്കുന്ന സർക്കിൾ ഇതാണ്. ഈ സർക്കിളിനെ 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 1, 2, 3. അപ്പം 12 ഈക്വൽ പാർട്സിൽ 3 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഫ്രാക്ഷനെ എങ്ങനെ പറയാം? 3/12 എന്നൊരു രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാം, അല്ലെ? ഇനി മറ്റൊരു രീതിയിൽ ഈ ഫ്രാക്ഷന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷനെ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് നോക്കുവാണെങ്കിൽ മനസ്സിലാകും. 3/12 ആണ്. നമ്മൾ ആദ്യം നോക്കേണ്ടതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പം 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ന്യൂമറേറ്റർ 3 ആണ്. അതുകൊണ്ട് നമ്മൾ അടുത്ത നമ്പർ 3 നോക്കുന്നു. 3 നോക്കിയേ. 3 വെച്ച് 3നെ ഡിവൈഡ് ചെയ്യാം. ന്യൂമറേറ്റർ ഡിവൈഡ് ചെയ്യാം. ഡിനോമിനേറ്ററോ 12നെയും 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇതിന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷനെ കിട്ടാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അല്ലെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ മറ്റൊരു ഫ്രാക്ഷൻ പറഞ്ഞേ. 3നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 12നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4. അപ്പൊ 3/12 ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ ആണ് 1/4. ഇനി ഇതിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? 3/12നെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം 3 പാർട്സ് ഓഫ് ദ സർക്കിൾ വിച്ച് ഇസ് ഡിവൈഡഡ് ഇൻടു 12 ഈക്വൽ പാർട്സ്. അപ്പൊ 3/12നെ 3 ഈക്വൽ പാർട്സ് ഓഫ് ദ സർക്കിൾ വിച്ച് ഇസ് ഡിവൈഡഡ് ഇൻടു 12 ഈക്വൽ പാർട്സ് എന്ന് പറയാം. 1/4നെ 1 ഈക്വൽ പാർട്ട് ഓഫ് ദ സർക്കിൾ വിച്ച് ഇസ് ഡിവൈഡഡ് ഇൻടു 4 ഈക്വൽ പാർട്സ് എന്ന് പറയാം. അപ്പൊ ഈ ചോദ്യം നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ഇതിനെ എങ്ങനെ എഴുതാം? അടുത്ത ചോദ്യം: ഈ സർക്കിളിനെ 12 ഈക്വൽ പാർട്സ് ആയിട്ട് മുറിച്ചിരിക്കുന്നു. അതിൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 2. സോ അതിന്റെ ഫ്രാക്ഷൻ എങ്ങനെ വരും? 2/12 എന്ന് വരും. ഇനി ഇതിന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ എങ്ങനെ പറയാം? ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ ശ്രദ്ധിച്ചേ. രണ്ടിടത്തും നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം, അല്ലെ? അപ്പൊ ഇതിന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ എന്ത് വരും? 2 വെച്ച് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പകുതി എടുത്താൽ മതി. സോ ന്യൂമറേറ്ററിന്റെ പകുതി 2ന്റെ പകുതി 1ഉം 12ന്റെ പകുതി 6. അപ്പൊ 2/12 ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ ആണ് 1/6. ഇനി ഈ രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങൾക്കിത് ഇവിടെ നോക്കി തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. 2/12നെ ഇങ്ങനെ പറയാം: 2 ഈക്വൽ പാർട്സ് ഓഫ് ദ സർക്കിൾ വിച്ച് ഇസ് ഡിവൈഡഡ് ഇൻടു 12 ഈക്വൽ പാർട്സ്. അപ്പൊ 2/12നെ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? 2 പാർട്സ് ഓഫ് ദ സർക്കിൾ വിച്ച് ഇസ് ഡിവൈഡഡ് ഇൻടു 12 ഈക്വൽ പാർട്സ്. അതുപോലെ 1/6നെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? 1 പാർട്ട് ഓഫ് ദ സർക്കിൾ വിച്ച് ഇസ് ഡിവൈഡഡ് ഇൻടു 6 ഈക്വൽ പാർട്സ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അടുത്തത് എങ്ങനെ ആൻസർ ചെയ്യാം? ഇവിടെ ശ്രദ്ധിച്ചേ. 1, 2, 3, 4 4 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ഔട്ട് ഓഫ് 12. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫ്രാക്ഷൻ എങ്ങനെയായിരിക്കും? 4/12 ആയിരിക്കും. 4/12 ആയിരിക്കും. ഇനി ഇതിന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ പറയാമോ? ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് ഈക്വൽ ആയി 2 വെച്ച് ഡിവൈഡ് ചെയ്യാം, അല്ലെ? ഇപ്പൊ 2 വെച്ച് ഡിവൈഡ് ചെയ്യാണ്. ജസ്റ്റ് ഇതിന്റെ പകുതി എടുത്താൽ പോരെ ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ കിട്ടാൻ. അപ്പൊ 4ന്റെ പകുതി എന്ന് പറയുന്നത് 2 എന്നും പറയാം. 12ന്റെ പകുതി എന്ന് പറയുന്നത് 6 എന്നും പറയാം. അപ്പൊ ഇതിന് ഈക്വൽ ആയിട്ടുള്ള അടുത്തൊരു ഫ്രാക്ഷൻ ആണ് 2/6. അപ്പൊ ഇതിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? 4/12 എന്ന് പറയുന്നത് 4 ഈക്വൽ പാർട്സ് ഓഫ് ദ സർക്കിൾ വിച്ച് ഇസ് ഡിവൈഡഡ് ഇൻടു 12 ഈക്വൽ പാർട്സ്. അതായത് 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 4 പാർട്സ്. അതുപോലെ ഇതിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? 2 ഈക്വൽ പാർട്സ് ഓഫ് ദ സർക്കിൾ വിച്ച് ഇസ് ഡിവൈഡഡ് ഇൻടു 6 ഈക്വൽ പാർട്സ് എന്ന് പറയാം. ഇനി അടുത്ത ചോദ്യമാണ് ഈ സർക്കിൾ. അടുത്ത സർക്കിൾ നമുക്ക് തന്നിരിക്കുന്നു. ഇതിന്റെ ഫ്രാക്ഷൻ എത്രയാന്ന് പറയാം? ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാകും. 1, 2, 3, 4, 5, 6 പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അല്ലെ? ഔട്ട് ഓഫ് എത്രയിലാണ്? 12 ഈക്വൽ പാർട്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഫ്രാക്ഷനെ എങ്ങനെ പറയാം? 6/12 എന്ന് പറയാം. ഇനി ഇതിന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ പറഞ്ഞേ. 6ന്റെ പകുതി 3, 12ന്റെ പകുതി 6. ഇങ്ങനെ പറയാലോ. അപ്പൊ 6/12 ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ 3/6.
അപ്പൊ 6/12 എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? 6 parts of the circle which is divided into 12 equal parts. ഇതിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? 3 equal parts of the circle which is divided into 6 equal parts. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കിയേ. ഇവിടെ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? അപ്പൊ എണ്ണി നോക്കണം. 1 2 3 4 5 6 7 8 9 9 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ഔട്ട് ഓഫ് 12. അപ്പൊ ഫ്രാക്ഷൻ എങ്ങനെയായിരിക്കും? 9/12 എന്നായിരിക്കും. ഇനി ഇതിന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷനെ എങ്ങനെ എഴുതാം? ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? കൃത്യം പകുതി എഴുതാൻ പറ്റുമോ? ഇല്ലല്ലേ. 9നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അടുത്ത നമ്പർ 3 നോക്കിക്കേ. 9നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാവോ? ചെയ്യാം. 12നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാവോ? ചെയ്യാം. അപ്പൊ 3 വെച്ച് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ കിട്ടും. 9നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9/3 that is 3. ഇനി 12നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴോ 12/3 that is 4. അപ്പൊ 9/12 ഈക്വൽ ആയിട്ടുള്ള അടുത്ത ഫ്രാക്ഷൻ ആണ് 3/4. ഇനി 9/12 എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? 9 parts of the circle which is divided into 12 equal parts. അതുപോലെ 3/4 3 equal parts of the circle which is divided into 4 equal parts. Okay. And next question. ഇനി ഇവിടെ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയേ. 1 2 3 4 5 6 7 8 8 ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഔട്ട് ഓഫ് 12 ആണ്. സോ ഫ്രാക്ഷൻ 8/12 എന്ന് പറയാം. ഇനി ഇതിന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ 8ന്റെ പകുതി 4ഉം 12ന്റെ പകുതി 6ഉം 4/6 ആണ്. അപ്പൊ ഇതേ രീതിയിൽ തന്നെ ഇതും ഡിസ്ക്രൈബ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. ഡ്രോ എ സ്ക്വയർ ആൻഡ് ഡിവൈഡ് ഇറ്റ് ആസ് ഷോൺ ബിലോ. കളർ 1/8 ഓഫ് ദ സ്ക്വയർ വിത്ത് റെഡ്, 1/4 വിത്ത് ഗ്രീൻ ആൻഡ് 1/2 വിത്ത് ബ്ലൂ. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾക്ക് താഴെ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ഈ സ്ക്വയർ വരച്ച് ഈ രീതിയിൽ ഡിവൈഡ് ചെയ്തെടുക്കണം. അതായത് ഒരു സ്ക്വയർ വരയ്ക്കുക, ഈ കോണിൽ നിന്ന് ഈ കോണിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക, ദെൻ ഈ 2 ലൈൻസും വരച്ച് ഇന്ന രീതിയിൽ നമ്മൾ സ്ക്വയറിനെ എത്ര ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 1 2 3 4 5 6 7 8 8 ഭാഗങ്ങളായിട്ട് സ്ക്വയറിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1/8 ഓഫ് ദ സ്ക്വയർ വിത്ത് റെഡ്. അതായത് ഈ സ്ക്വയറിന്റെ 1/8 ഭാഗം റെഡ് വെച്ച് കളർ ചെയ്യുക, അതുപോലെ 1/4 ഭാഗം ഗ്രീൻ വെച്ച് കളർ ചെയ്യുക, അതുപോലെ 1/2 ഭാഗം ബ്ലൂ വെച്ച് കളർ ചെയ്യുക. അപ്പൊ നമുക്ക് ചെയ്യാനുള്ള ഇതാണ്. ഈ സ്ക്വയറിന്റെ 8ൽ 1 ഭാഗം അല്ലെങ്കിൽ 1/8 8ൽ 1 ഭാഗത്തിന് റെഡ് വെച്ച് കളർ ചെയ്യുക. നോക്കി, ഈ സ്ക്വയറിൽ എത്ര ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്? 8 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞു 8 ഭാഗത്തിൽ 1 ഭാഗം റെഡ് വെച്ച് കളർ ചെയ്യാം. അപ്പൊ അത് നമുക്ക് കുഴപ്പമില്ല. 8 എണ്ണത്തിൽ ഒരെണ്ണം റെഡ് കളർ ചെയ്താൽ മതി. ഇനി നോക്കി, അടുത്തത് പറഞ്ഞിരിക്കുന്നത് 1/4 ഭാഗം ഗ്രീനിൽ കളർ ചെയ്യുക. അതായത് 4 പാർട്സിൽ ഒരെണ്ണം ഗ്രീനിൽ കളർ ചെയ്യുക. പക്ഷെ നമുക്ക് ഇവിടെ 8 പാർട്സ് അല്ലേ, അപ്പം അത് 1/4 ഗ്രീന് കളർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ 8ൽ എത്ര എണ്ണം കളർ ചെയ്യണം എന്ന് പറഞ്ഞാലാണ് കറക്റ്റ് നമുക്ക് എത്ര എണ്ണം ഗ്രീൻ കളർ ചെയ്യണം എന്നുള്ള ഐഡിയ ഇവിടുന്ന് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും നമുക്ക് 8 പാർട്സ് ഉണ്ട്, അതുകൊണ്ട്. അപ്പൊ 1/4നെ ഡിനോമിനേറ്റർ 8 ആക്കിക്കൊണ്ട് 8ൽ എത്ര ഭാഗമാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നോക്കി, ഈ 1/4ന് പകരം 4ന്റെ സ്ഥാനത്ത് 8 വരണം അല്ലേ. അതായത് 8ൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്യണം എന്നുള്ള ഐഡിയ കിട്ടണം. അപ്പൊ 4നെ 8 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ മൾട്ടിപ്ലൈ ബൈ 2 ഇൻറ്റു 2 ചെയ്യണം അല്ലേ. അപ്പം ഡിനോമിനേറ്റർ ചെയ്താൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ കിട്ടാൻ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ന്യൂമറേറ്ററിലും ഇൻറ്റു 2 ചെയ്യുന്നു. അപ്പൊ നോക്കി, 4 × 2 8 ആയി, 1 × 2 2. അപ്പൊ 1/4ന് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ ആണ് 2/8. അപ്പൊ 1/4 ഭാഗം ഗ്രീൻ വെച്ച് കളർ ചെയ്യുക എന്ന് പറയുന്നതും 2/8 ഭാഗം ഗ്രീൻ വെച്ച് കളർ ചെയ്യുക എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അപ്പം എന്ത് ചെയ്താൽ മതി? 8 പാർട്സിൽ 2 എണ്ണം ഷെയ്ഡ് ചെയ്താൽ, 2 എണ്ണം ഗ്രീൻ അടിച്ചാൽ അത് 1/4 തന്നെയാണ്. ഇനി നോക്കി, ഇനി ബ്ലൂവിന്റെ കാണണം. ബ്ലൂവിന്റെ 1/2 ഭാഗം ബ്ലൂ കളർ ചെയ്യാനാണ് പറഞ്ഞത്. നമുക്കിവിടെ 8 പാർട്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ ഡിനോമിനേറ്റർ 8ലേക്ക് മാറ്റണം. അപ്പൊ ഇതിനെ എങ്ങനെ ഡിനോമിനേറ്റർ 8 ആക്കാൻ പറ്റും? അല്ലെങ്കിൽ 2നെ എങ്ങനെ 8 ആക്കാൻ പറ്റും? ഇൻറ്റു മൾട്ടിപ്ലൈ ബൈ 4. മൾട്ടിപ്ലൈ ബൈ 4 ചെയ്താൽ 2നെ ഇൻറ്റു 4 8 ആയിട്ട് മാറും. അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇവിടെയും ചെയ്യണ്ടേ?
സോ ന്യൂമറേറ്ററിലും ഇൻറ്റു 4 ചെയ്യുന്നു. സോ 1 × 4 4. അതായത് 4/8 എന്ന് പറയുന്നതും 1/2 എന്ന് പറയുന്ന ഫ്രാക്ഷനും ഈക്വൽ ആണ്. 1/2 ഭാഗം ബ്ലൂ വെച്ച് കളർ ചെയ്യുക എന്ന് പറയുന്നതും 4/8 ഭാഗം ബ്ലൂ വെച്ച് കളർ ചെയ്യുക എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പൊ ഇനി നമുക്ക് കളർ ചെയ്യാം. കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഷെയ്ഡ് ചെയ്യുവാണ്. അപ്പോൾ 1/8 ഭാഗം റെഡിൽ കളർ ചെയ്യണം, അല്ലെങ്കിൽ 8ൽ 1 റെഡ് കളർ ചെയ്യണം. സോ ടോട്ടൽ നമുക്ക് 8 പാർട്സ് ഉണ്ട്, അതിൽ ഒരെണ്ണം എടുക്കുന്നു. ഈ ഒരു ഭാഗത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റെഡിൽ കളർ ചെയ്യുന്നു. അപ്പൊ ഈ ഭാഗം നിങ്ങൾ റെഡ് കളർ ചെയ്യാം. ഇനി അടുത്ത എന്താണ്, 1/4 ഗ്രീനിൽ കളർ ചെയ്യുക എന്ന് പറഞ്ഞാൽ 2/8 ഗ്രീനിൽ കളർ ചെയ്യുക എന്ന് പറഞ്ഞാൽ 8 എണ്ണത്തിൽ 2 എണ്ണം ഗ്രീൻ കളർ ചെയ്യുക. അപ്പൊ മൊത്തം 8 എണ്ണം ഉണ്ട്, അതിൽ 2 എണ്ണത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രീനിൽ കളർ ചെയ്യണം. അപ്പൊ ഗ്രീനിന് പകരം G എന്ന് എഴുതുവാണ്. 8 എണ്ണത്തിൽ 2 എണ്ണം ഗ്രീനിൽ കളർ ചെയ്യണം. ഇനി ബ്ലൂവിന്റെ കാര്യം എന്താ പറഞ്ഞേ, 1/2 ബ്ലൂവിൽ കളർ ചെയ്യണം, അല്ലെങ്കിൽ 4/8, അതായത് 8ൽ 4 എണ്ണം ബ്ലൂ കളർ ചെയ്യാം. അപ്പൊ ഇനി ഒരു 4 എണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യുക, 4 എണ്ണം ബ്ലൂ അടിക്കുക. 1 2 3 4. അപ്പൊ 4 എണ്ണം ബ്ലൂ കളർ ചെയ്തു. അപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു 3 പാർട്ട് കൂടെ ഉണ്ട്, നമുക്ക് ആൻസർ ചെയ്യാം. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 67 നിങ്ങൾക്ക് ഈ 3rd ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് ആൻഡ് തേർഡ് പാർട്ട് കാണാൻ സാധിക്കും. ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത് ഈസ് ദെയർ എനി പാർട്ട് ലെഫ്റ്റ് അൺകളേർഡ്, അതായത് കളർ ചെയ്യാതെ ഏതെങ്കിലും ഒരു ഭാഗം ഇവിടെ അവശേഷിക്കുന്നുണ്ടോ, ഉണ്ടോ, ഉണ്ടല്ലേ. സോ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ യെസ്, അവശേഷിക്കുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വാട്ട് പാർട്ട് ഓഫ് ദ ഹോൾ സ്ക്വയർ ഈസ് ഇറ്റ്, അതായത് ഈ മുഴുവൻ സ്ക്വയറിന്റെ എത്ര ഭാഗമാണ് കളർ ചെയ്യാതെ ഇവിടെ ഉള്ളത്. അപ്പൊ എത്ര ഭാഗമാണുള്ളത്, മുഴുവൻ 8 പാർട്സ് ഉണ്ടായിരുന്നു, അതിൽ എത്ര ഭാഗമാണ് കളർ ചെയ്യാതെ ഉള്ളത്, ഒരേ ഒരു പാർട്ടേ ഉള്ളൂ. അപ്പൊ നമുക്കത് ഡിസ്ക്രൈബ് ചെയ്യാം. 1 part of the whole square which is divided into 8 equal parts. അതായത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, 1 part of the whole square which is divided into 8 equal parts. ഡിസ്ക്രൈബ് ചെയ്ത് ഇത്രയേ ഉള്ളൂ. 8 ഈക്വൽ പാർട്സ് അല്ലെങ്കിൽ 8 തുല്യഭാഗങ്ങളായിട്ട് മുറിച്ച സ്ക്വയറിന്റെ ഒരേ ഒരു ഭാഗം മാത്രമേ കളർ ചെയ്യാതെ അവശേഷിച്ചുള്ളൂ. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി തേർഡ് പാർട്ട് നോക്കുകയാണെങ്കിൽ റൈറ്റ് ഇറ്റ് ആസ് എ ഫ്രാക്ഷൻ. അപ്പൊ ഈ കളർ ചെയ്യാത്ത ഈ ഭാഗത്തിന്റെ ഫ്രാക്ഷൻ എഴുതുക, അതാണ് ചോദ്യം. അപ്പൊ കളർ ചെയ്യാത്ത എത്ര ഭാഗമേ ഉള്ളൂ, 1. ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട്, 8. സോ അതിന്റെ ഫ്രാക്ഷൻ എങ്ങനെ പറയാം, 1 divided by 8 എന്ന് പറയാം. 8ൽ ഒരു ഭാഗം, അല്ലെങ്കിൽ 1 divided by 8. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. താങ്ക് യു.